അസ്സലാമു അലൈക്കും റഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അൽഹംദുലില്ലാഹി കഫാ വസ്സലാമു അലാ ഇബാദിഹി നിഅമ അമ്മാ ബഅദ്. എല്ലാവർക്കും റാഹത്തല്ലേ? അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ്, കുറഞ്ഞ സമയത്തിൽ കൂടുതൽ അറിവ് എന്ന മനോഹരമായ ആശയവുമായി വീണ്ടും നമ്മൾ ഒരുമിച്ച് കൂടിയിരിക്കുകയാണ്. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. കൽബ് നിറച്ച് ദുആ ചെയ്യുന്നവർ, മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുന്നവർ, ഇതിനുവേണ്ടി പരിശ്രമിക്കുന്നവർ, നമ്മുടെ നന്മയെ ആഗ്രഹിക്കുന്നവർ എല്ലാവർക്കും എല്ലാവിധ ഖൈറിന്റെ വാതായനങ്ങൾ അല്ലാഹു തുറന്നിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ്, ഇന്ന് ശനിയാഴ്ചയാണ്. എല്ലാ ശനിയാഴ്ചയും ഖുർആനുമായി ബന്ധപ്പെട്ട ഓരോ അറിവുകളാണ് നമ്മൾ പഠിക്കുന്നത്. ഓരോ ദിവസവും ഓരോ അറിവുകളാണ്. ഇന്ന് ശനിയാഴ്ച ആയതുകൊണ്ട് തന്നെ എല്ലാ ശനിയാഴ്ചകളിലും ഖുർആനിലെ ആയത്തുകൾ, സൂറത്തുകൾ, അതുപോലെ അങ്ങനെ ഖുർആന്റെ മഹത്വം, അങ്ങനെ ഖുർആൻ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, അങ്ങനെയുള്ള ഖുർആനുമായി ബന്ധപ്പെട്ട നമ്മുടെ ചർച്ചാ വിഷയം. ഇന്ന് നമ്മൾ ഖുർആനിലെ ഒരു സൂറത്തിന്റെ മഹത്വം നമ്മൾ പഠിക്കണം. ആ സൂറത്തിനെ സംബന്ധിച്ച് അള്ളാഹുവിന്റെ പ്രവാചകൻ നബിയുനാ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് സങ്കടത്തോടെ നൊമ്പരത്തോടെ ഇരിക്കുന്ന സന്ദർഭത്തിൽ ആശ്വാസത്തിന്റെ തെളിനീരുമായി മുഖറബുൽ അംലാഖ് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം അറിയിച്ചു കൊടുത്ത, അള്ളാഹു സന്തോഷം നൽകിയ ഒരു സൂറത്താണ് സൂറത്തുൽ മുസമ്മിൽ. പരിശുദ്ധമായ ഖുർആനിലെ 73-ാമത്തെ ആയത്ത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാ അയ്യുഹൽ മുസമ്മിൽ ഖുമിൽ ലൈല ഇല്ലാ ഖലീലാ നിസ്ഫഹു وانقص منه قليلا أو زد عليه ورتل القرآن ترتيلا. ഓതാൻ നല്ല രസമാണ്. ഈണത്തിൽ ഇങ്ങനെ ഓതിപ്പോ 20 ആയത്തുകളാണുള്ളത്. 20 ആയത്തുകളുള്ള 73-ാമത്തെ സൂറത്താണ് സൂറത്തുൽ മുസമ്മിൽ. ഈ മുസമ്മിൽ മുത്തനബി തങ്ങൾ പറഞ്ഞു, ആരെങ്കിലും ഈ പരിശുദ്ധമായ സൂറത്തുൽ മുസമ്മിൽ ഓതിയാൽ ദുനിയവിയായ ഉഖറവിയായ എല്ലാ പ്രതിബന്ധങ്ങളുടെ മഴവെള്ള പാച്ചിലുകളും അവന് മാറ്റി നിർത്താൻ അല്ല മാറ്റിക്കൊടുക്കുന്ന എല്ലാ പ്രയാസവും ദുനിയാവിൽ മാത്രമല്ല, ആഖിറത്തിലെ ഖബർ, പരലോകം, അങ്ങനെ തുടങ്ങിയ എല്ലാ പ്രയാസ പ്രതിസന്ധികളും അള്ളാഹു മാറ്റാൻ സൂറത്ത് മുസമ്മിൽ കഴിയുമെന്നാണ്. എങ്ങനെ ഓതണമെന്ന് ഇൻഷാ അല്ലാഹ് അവസാനം ഞാൻ പറഞ്ഞു തരാം. എപ്പോഴാണ് ഏറ്റവും നല്ല ഓതാനുള്ള സമയം എപ്പോഴും ഞാൻ പറഞ്ഞു തരാം. അതോടൊപ്പം രണ്ടാമത്തെ നേട്ടം, കുറഞ്ഞ സമയം കൂടുതൽ കാര്യങ്ങൾ, അതാണ് നമ്മുടെ ആശയം. അള്ളാഹു ഭാഗ്യം തരട്ടെ. ഇപ്പൊ രണ്ടാമത്തെ വിഷയം, രണ്ടാമത്തെ നേട്ടം, ഈ സൂറത്ത് പതിവാക്കിയാൽ പാപമോചനം നിർബന്ധമാണ്. നമ്മളൊക്കെ ഖുലിഖൽ ഇൻസാനു ദഈഫ, മനുഷ്യൻ ബലഹീനരാണ്, പാപങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ട്. നമുക്കറിയാം നമ്മുടെ പാപങ്ങൾ എത്രയാണെന്ന്. അള്ളാഹു നമുക്കൊക്കെ മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ പാപങ്ങൾ പൊറുക്കാൻ ഈ സൂറത്ത് പതിവാക്കുന്നവരുടെ പാപങ്ങൾ അള്ളാഹു പുറത്തു തരുമെന്ന് മഹാരഥന്മാർ. അതോടൊപ്പം പരിശുദ്ധമായ ഈ സൂറത്തുൽ മുസമ്മിൽ 40 വട്ടം ഒരു ദിവസം ഓതിയാൽ, 40 വട്ടം, 20 ആയത്തേ ഉള്ളൂ, 40 വട്ടം ഏതെങ്കിലും ഒരു ആഗ്രഹം, ഒരു ആവശ്യമുണ്ട്, വീട് വിൽക്കുന്നില്ല, അല്ലെങ്കിൽ കല്യാണം നടക്കണില്ല, അല്ലെങ്കിൽ ഭർത്താവിന് ജോലി കിട്ടണില്ല, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ട്, പ്രയാസങ്ങളുണ്ട്, പ്രതിസന്ധികളുണ്ട്, ഒരു നിയ്യത്ത് വെച്ചിട്ട് 40 വട്ടം ഒരു ദിവസം നിങ്ങൾ ഇത് പതിവാക്കി വെക്കുക. ഇൻഷാ അല്ലാഹ് ഉറപ്പായും അത് ആ കാര്യം നിറവേറാതെ അത് പര്യവസാനം കുറിക്കൂലെന്നാണ് മഹാരഥന്മാർ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നത്. അള്ളാഹു അത് നിറവേറ്റാൻ അള്ളാഹു ഭാഗ്യം തരട്ടെ. അതുപോലെ മറ്റൊരു സങ്കടമാണ്, ചില ആളുകൾ കമ്മലിലൂടെ ഉസ്താദേ എന്റെ മാല കളഞ്ഞുപോയി, എന്റെ വള കളഞ്ഞുപോയി, എന്റെ കമ്മല് കളഞ്ഞുപോയി, എന്റെ പൈസ നഷ്ടപ്പെട്ടു പോയി, പേഴ്സ് നഷ്ടപ്പെട്ടു പോയി, ആധാർ കാർഡ് കാണണില്ല, ഇപ്പോ അതാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടർ പട്ടിക പേര് ചേർക്കുന്ന ആളുകളൊക്കെ BLOമാർ വീട്ടിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഉസ്താദ് ആ രേഖ എവിടെ വെച്ചെന്നറിയില്ല, ഈ രേഖ എവിടെ വെച്ചെന്നറിയില്ല. നഷ്ടപ്പെട്ടു പോയ സാധനങ്ങൾ തിരിച്ചു കിട്ടാൻ ഏറ്റവും നല്ല സൂറത്തുൽ മുസമ്മിലാണ്. മഹാരഥന്മാർ രേഖപ്പെടുത്തി വെക്കുന്നു, നഷ്ടപ്പെട്ടു പോയ സാധനങ്ങൾ ഏതാണോ ആ സാധനം മനസ്സിൽ കിട്ടണമെന്ന നെയ്യത്തോടുകൂടി ഈ സൂറത്തിനെ പതിവാക്കിയാൽ അത് നിന്റെ കൺമുന്നിൽ അള്ളാഹു കാണിച്ചു തരുമെന്ന് മഹാരഥന്മാർ രേഖപ്പെടുത്തി വെക്കുന്നുണ്ട്. അതോടൊപ്പം അഞ്ചാമത്തെ നേട്ടം, ഒരു 12ഓളം നേട്ടങ്ങൾ ഞാൻ പറഞ്ഞു, ഒരു 11ഓളം നേട്ടങ്ങൾ ഞാൻ പറഞ്ഞു തരാം. അതോടൊപ്പം അഞ്ചാമത്തെ നേട്ടം, കടം വീടാൻ ഇത് നിയ്യത്താക്കിയ കടം വീടുന്നതാണ്. കോടിക്കണക്കിന് രൂപയുടെ കടങ്ങളുള്ളവർ അള്ളാഹു കടങ്ങളൊക്കെ വീട്ടിൽ തരട്ടെ. പരിശുദ്ധമായ ഖുർആൻ എല്ലാത്തിനും പരിഹാരമാണ്. സൂറത്തുൽ മുസമ്മിൽ കടങ്ങൾ വീടണമെന്ന ആഗ്രഹത്തിൽ നിങ്ങൾ ഓതിയാൽ കടങ്ങൾ അള്ളാഹു വീട്ടിൽ തരും. അതുപോലെ ജോലിയിൽ, ഭക്ഷണത്തിൽ, സമ്പത്തിൽ ബറക്കത്തുണ്ടാകാൻ ആ നിയ്യത്തിലും സൂറത്തുൽ മുസമ്മിൽ പതിവാക്കിയാൽ, ഒരുപാട് സമയം വേണ്ട, 20 ആയത്തല്ലേ ഉള്ളൂ, നിങ്ങൾ പതിവാക്കിക്കോളി, ഉറപ്പായും അതിന്റെ ഫലം കാണും. നിങ്ങളുടെ ജോലിയിൽ, സമ്പത്തിൽ ബറക്കത്തുണ്ടാകും, ഭക്ഷണത്തിൽ വിശാലതയുണ്ടാകുമെന്ന് മഹാരഥന്മാർ. അതോടൊപ്പം അതുപോലെ ഏഴാമത്തെ നേട്ടം, നമുക്ക് ശരീരത്തിന് വേദന ഉണ്ടാവും അല്ലെ, നടുവേദന, മുട്ടുവേദന, മൈഗ്രെയിൻ, അതുപോലെ പല്ലുവേദന, അങ്ങനെ വേദനകൾ ഉണ്ടാകുന്ന സമയത്ത് മഹാരഥന്മാർ രേഖപ്പെടുത്തുന്നു, ഈ പരിശുദ്ധമായ സൂറത്ത് വേദന മാറണമെന്ന നിയ്യത്തിൽ ഓതിയിട്ട് ശരീരത്തിലേക്ക് ഊതിയാൽ വേദനയ്ക്ക് കുറവുണ്ടാകും എന്ന് കരുതി
പ്രത്യേകം ഞാൻ പറയുന്നു, അങ്ങും ഞാൻ കേൾക്കരുത്. വേദന സഹിക്കാൻ കഴിയുന്നില്ല എങ്കിൽ നമ്മൾ ആശുപത്രിയിൽ പോകണം, രോഗം വന്നാൽ ഹോസ്പിറ്റലിൽ പോകണം, അത് വേറെ വിഷയം. പക്ഷേ ആത്മീയ ചികിത്സ അതോടൊപ്പം ഉണ്ടാകണം. ഖുർആൻ നമുക്ക് വേണം. രോഗം വന്നാൽ ചികിത്സിക്കണം, സുന്നത്താണ്. അല്ലാതെ വലിയ മുത്തക്കിങ്ങളായി മുഖ്ലിസീങ്ങളായി അപകടങ്ങൾ വിളിച്ചു വരുത്തരുത്. നമ്മൾ ചികിത്സിക്കുന്നതിനോടൊപ്പം ഇത് ചെയ്യാം, അതാണ് മനസ്സിലാക്കേണ്ടത്. അപ്പൊ എന്തുണ്ടായി? വേദനയുള്ള സമയത്ത് ഈ സൂറത്ത് ഓതിയാൽ വേദനകൾക്ക് ശമനമുണ്ടാകുമെന്ന് മഹാരഥന്മാർ രേഖപ്പെടുത്തി വെക്കുന്നു. അതോടൊപ്പം എട്ടാമത്തത് സിഹിറേറ്റവർക്ക്, അതേ കുടുംബത്തിൽ നിന്നാണ് സിഹിറേറ്റെന്ന് സംശയമുണ്ട്. അങ്ങനെ സംശയമുള്ളവരാകട്ടെ ഉറപ്പുള്ളവരാകട്ടെ, സിഹിർ എന്ന ആ ബുദ്ധിമുട്ടുള്ളവർ, കണ്ണേറ് ബുദ്ധിമുട്ടുള്ളവർ, ഇടങ്ങേറ് ബുദ്ധിമുട്ടുള്ളവർ ഈ സൂറത്ത് പതിവാക്കിയാൽ അതിന് പരിഹാരം, എത്ര വലിയ സിഹിറുകൾക്ക് പോലും പരിഹാരം കണ്ടെത്തിയെന്ന് ഒരുപാട് ഉസ്താദുമാർ, ഒരുപാട് ആലിമീങ്ങൾ, ഒരുപാട് ആളുകൾ അനുഭവങ്ങളുടെ പറഞ്ഞതായിട്ട് അറിയാം. അതുകൊണ്ട് സൂറത്തുൽ മുസമ്മിൽ സിഹിറിന് ഏറ്റവും നല്ലതാണ്. അതോടൊപ്പം ഒൻപതാമത്തത്, ഏതെങ്കിലും അധികാരികളെ കാണാൻ പോകും, വില്ലേജ് ഓഫീസറെ കാണാൻ പോകുന്നു, അല്ലെങ്കിൽ പഞ്ചായത്ത് മെമ്പറെ കാണാൻ പോകുന്നു, കളക്ടറെ കാണാൻ പോകുന്നു, തഹസിൽദാറെ കാണാൻ പോകുന്നു, അങ്ങനെ ഏതെങ്കിലും ആവശ്യത്തിന് അധികാരികളെ നമ്മൾ കാണാൻ പോകുന്നതിന് മുമ്പ് ഈ സൂറത്ത് നിങ്ങൾ ഓതിയാൽ, ഒന്നുകിൽ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോഴോതാം, അല്ലെങ്കിൽ വാഹനത്തിൽ ഇരുന്നുകൊണ്ട് ഓതാം, അല്ലെങ്കിൽ പോകുന്നതിന് മുമ്പ് നമ്മൾ വെയിറ്റ് ചെയ്യണം, വെയിറ്റിംഗ് ഏരിയയിൽ ചെന്നിരുന്നു കൊണ്ട് മൊബൈൽ എടുത്ത് ഖുർആൻ സൂറത്ത് മുസമ്മിൽ നമ്മൾ ഓതുക. അങ്ങനെ ഓതിയിട്ട് നമ്മൾ ചെന്നാൽ നമുക്ക് നേടാനുള്ള കാര്യങ്ങൾക്ക് അവരുടെ മനസ്സ് അള്ളാഹ് അനുകൂലമാക്കി കൊടുക്കും. അങ്ങനെയാണ്. അപ്പൊ നമ്മുടെ ഒരു ദയ ഉണ്ടാവും, ആ വന്ന കാര്യം ഏത് മൈൻഡ് ആയിക്കോട്ടെ അപ്പം ശരിയാക്കി തരും. നിങ്ങൾ പരീക്ഷിച്ച് നോക്കിയോളി. ഖുർആനല്ലേ, അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. ഉറപ്പായും അധികാരികളുടെ മനസ്സ് നമുക്ക് വഴിപ്പെടാൻ അനുകൂലമാകാൻ ഈ സൂറത്തുൽ മുസമ്മിൽ കഴിയുമെന്ന് മഹാരഥന്മാർ. അതുപോലെ പത്താമത്തത് മഹാരഥന്മാർ രേഖപ്പെടുത്തി വെക്കുന്നു. മഹാരഥന്മാർ രേഖപ്പെടുത്തി വെക്കുന്ന നേട്ടം എന്താണെന്നറിയോ? നിത്യമായി 7 തവണ ഇത് പതിവാക്കിയ, എല്ലാ ദിവസവും 7 തവണ പതിവാക്കിയാൽ വീട്ടിലും ജീവിതത്തിലും ഐശ്വര്യം നിലനിർത്തും, ഒരു ബറക്കത്ത്, സന്തോഷം 7 തവണ പതിവാക്കിൽ ഉണ്ടാകുമെന്നാണ്. അതോടൊപ്പം 11ാമത്തൊരു നേട്ടം, നമുക്ക് ഏതെങ്കിലും ഒരു ആവശ്യം നേടാനുണ്ട്. ഏതെങ്കിലും ഒരു ആവശ്യം നേടാനുണ്ടെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് അറിയോ? സുബഹിക്ക് സുബയുടെ ഫർളിനും സുന്നത്തിനും ഇടയിൽ, അതായത് ബാങ്ക് വിളിച്ച് സുന്നത്ത് നിസ്കരിച്ചതിന് ശേഷം ഫർള് നിസ്കരിക്കുന്നതിന് മുമ്പ്, അതായത് സുബൈക്ക് മുമ്പുള്ള സുന്നത്തിനും സുബൈ എന്ന ഫർളിനും ഇടയിൽ ഈ പരിശുദ്ധമായ സൂറത്തിനെ 2 തവണ പാരായണം ചെയ്യണം. 2 തവണ ഇത് പാരായണം ചെയ്യണം. പാരായണം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കാനുള്ള കാര്യം, നമ്മളിങ്ങനെ ഓതി വരുമ്പോൾ 9ാമത്തെ ആയത്തുണ്ട്, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, റബ്ബുൽ മശ്രിഖി വൽ മഗ്രിബി ലാ ഇലാഹ ഇല്ലാഹു ഫത്തഖിദുഹു വകീല. 9ാമത്തെ ആയത്താണ്. ഈ പരിശുദ്ധമായ 9ാമത്തെ ആയത്ത് ഓതി നിർത്തിയിട്ട് ഒരു ദിക്റുണ്ട്, 25 തവണ ദിക്ർ ചൊല്ലണം. ഏതാണ് ദിക്ർ? ഹസ്ബുനല്ലാഹു വ നിഅമൽ വകീൽ. ഇൻഷാ അല്ലാഹ് ആ ദിക്റിന്റെ മഹത്വം മറ്റൊരു വീഡിയോയിൽ നമുക്ക് പഠിക്കാനുണ്ട്. ഇൻഷാ അല്ലാഹ് ഹസ്ബുനല്ലാഹു വ നിഅമൽ വകീൽ, ഹസ്ബുനല്ലാഹു വ നിഅമൽ വകീൽ, ഹസ്ബുനല്ലാഹു വ നിഅമൽ വകീൽ. എത്ര വട്ടം? 25 വട്ടം നമ്മൾ ഇത് പാരായണം ചെയ്ത് ശേഷം ആ സൂറത്ത് പൂർത്തീകരിക്കുക. വീണ്ടും ഒന്നുകൂടി സൂറത്തുൽ മുസമ്മിൽ ഓതുക. 9ാമത്തെ ആയത്ത്, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, റബ്ബുൽ മശ്രിഖി വൽ മഗ്രിബി ലാ ഇലാഹ ഇല്ലാഹു ഫത്തഖിദുഹു വകീല എന്നെത്തുമ്പോൾ അവിടെ നിർത്തിയിട്ട് 25 വട്ടം ഹസ്ബുനല്ലാഹു വ നിഅമൽ വകീൽ എന്ന് പാരായണം ചെയ്തതിന് ശേഷം ആ പരിശുദ്ധമായ പരിപാവനമായ സൂറത്തുൽ മുസമ്മിൽ ഓതി പൂർത്തിയാക്കിയിട്ട് 2 കരങ്ങൾ ഉയർത്തി അള്ളാഹുവിന്റെ ദർബാറിൽ നമ്മൾ അങ്ങ് ദുആ ചെയ്താൽ ആ കാര്യം എന്താണെങ്കിലും അള്ളാഹു നിറവേറ്റി തരുമെന്ന് ആ മഹാരഥന്മാർ അനുഭവങ്ങളിലൂടെ രേഖപ്പെടുത്തി വെക്കാണ്. ഇനി ഇൻഷാ അല്ലാഹ് സുബൈക്ക് ചില പണ്ഡിതന്മാർ, ചില ആളുകളുടെ രേഖകൾ കാണാം, അത് സുബൈക്ക് ഫർളിനും സുന്നത്തിനും ഇടയിൽ മാത്രമല്ല, തഹജ്ജുദ് കഴിഞ്ഞ് ഉടനെ ഇത് ചെയ്യാം, മഗ്രിബിന് ശേഷം ഇത് ചെയ്യാം, ഓരോ ഫർദ് നിസ്കാരത്തിന്റെ സുന്നത്തിനും ഫർദിനും ഇടയിൽ ഇത് ചെയ്യാമെന്നൊക്കെ കാണാം. ഇൻഷാ അല്ലാഹ് കഴിയുന്നവരൊക്കെ, ഇത് പല അഭിപ്രായങ്ങളുണ്ട്, എന്നാൽ ഇത് നല്ലൊരു അമലെല്ലാവരും പറയുന്നുണ്ട്, സമയം വ്യത്യാസമാണ്. അതുകൊണ്ട് കഴിയുന്ന സമയങ്ങളിലൊക്കെ, വലിയ സമയം വേണ്ടല്ലോ, ഇത് നിങ്ങൾ പതിവാക്കിയിട്ട് ദുആ ചെയ്തോളി. ഇൻഷാ അല്ലാഹ് ഉറപ്പായും നിങ്ങളുടെ ജീവിതത്തിൽ ഖുർആൻ കൊണ്ട് അത്ഭുതത്തിന്റെ മഹാത്ഭുതം സൃഷ്ടിക്കാൻ കഴിയുമെന്ന് മഹാന്മാർ രേഖപ്പെടുത്തുകയാണ്. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല ഈ സൂറത്ത് പതിവാക്കി പരിശുദ്ധമായ സൂറത്തുൽ മുസമ്മിലിന്റെ ബറക്കത്ത് കൊണ്ട് നമ്മുടെ പ്രയാസങ്ങൾ, പ്രതിസന്ധികൾ, ആവലാദികൾ, വേവലാദികൾ, ദുരിതങ്ങൾ, കടങ്ങൾ എല്ലാം അല്ലാഹു മാറ്റി തരട്ടെ. അല്ലാഹു ഖുർആൻ ഓതി ഖുർആൻ കൊണ്ട് ജീവിക്കാനും ഖുർആനിലൂടെ മരിക്കുവാനും അല്ലാഹു നമുക്ക് തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മൾ ഖബറിൽ കിടക്കുമ്പോൾ ആരുടെയും സഹായമില്ലാത്ത ഖബറിൽ ഖുർആനിന്റെ പരിശുദ്ധമായ ശുപാർശകരായി മാറാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് ഇതുപോലെയുള്ള
ഉപകാരപ്രദമായ അറിവുകൾ കുറഞ്ഞ സമയത്തിൽ കൂടുതൽ അറിവുകൾക്കായി ഈ വോയിസ് ഓഫ് ഷഫീഖ് ബദ്രി എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻഷാ അള്ളാഹ് പുതിയ ഒരു അറിവുമായി നമുക്ക് കണ്ടുമുട്ടാം. അള്ളാഹ് സ്വീകരിക്കട്ടെ. ഒരുപാട് ആളുകൾ കമന്റിലൂടെ അവരുടെ സങ്കടങ്ങൾ നൊമ്പരങ്ങൾ അറിയിച്ചിട്ടുണ്ട്. അതൊക്കെ കാണുന്നുണ്ട്. എല്ലാം വായിച്ചു പറഞ്ഞ് ദുആ ചെയ്യാനുള്ള സമയം നമുക്ക് ലഭ്യമല്ല. ഇൻഷാ അള്ളാഹ് എല്ലാവർക്കും ഖൈറിന്റെ വാതായനങ്ങൾ തുറന്നിരട്ടെ. വിഷമങ്ങൾ, വ്യതകൾ, ബുദ്ധിമുട്ടുകൾ അള്ളാഹു മാറ്റിത്തരട്ടെ. അതോടൊപ്പം ഈ വിനീതൻ നേതൃത്വം കൊടുക്കുന്ന ബദറിൻ തീരം എന്നൊരു ആത്മീയ മജ്‌ലിസ് ഉണ്ട്. എല്ലാ ദിവസവും രാത്രി 9 മണിക്കാണ് ആ മജ്‌ലിസ്. അൽഹംദുലില്ലാഹ് അതിന്റെ ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട്. മഹാന്മാരുടെ ചരിത്രം പാടിയും പറഞ്ഞും നമ്മിലേക്ക് ചരിത്രങ്ങൾ ഓർമ്മപ്പെടുത്തുന്ന മജ്‌ലിസാണ്. ഹദ്ദാദ് റാത്തീബ് ചൊല്ലി തിബ്ബു സ്വലാത്തും അസ്മാഉൽ ഹുസ്നയും അസ്മാഉൽ ബദറും ഒക്കെ ചൊല്ലി ദുആ ചെയ്യുന്ന പ്രാർത്ഥനാ സദസ്സ്, 10,000-ങ്ങൾക്ക് ആശ്വാസത്തിന്റെ തെളിനീര് തെളിക്കുന്ന ആ മജ്‌ലിസിലേക്ക് നിങ്ങൾ ഏവരെയും സ്വാഗതം ചെയ്യുന്നു. എല്ലാ ദിവസവും രാത്രി 9 മണിക്കാണ് മജ്‌ലിസ്. അതോടൊപ്പം ഈ വോയിസ് ഓഫ് ഷഫീഖ് ബദ്രി എന്ന ചാനലും അതുപോലെ ബദറിൻ തീരം എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. ദുആ വസിയത്തോടെ പുതിയ ഒരു അറിവുമായി കണ്ടുമുട്ടുന്നത് വരെ നിങ്ങൾ ദുആ ചെയ്യൻ. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.